Hi, Namaste. Welcome back to my channel. Welcome back to WinTrader. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രേഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാം? അതായത് സൈഡ് വേ മാർക്കറ്റ് ആണോ അതോ മാർക്കറ്റ് ഏത് പോയിന്റിൽ നിന്നാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്, എക്സിറ്റ് ചെയ്യേണ്ടത്? അതായത് സൈഡ് വേ മാർക്കറ്റ് അല്ലാതെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് പോകുന്നത് എങ്ങോട്ടാണ്? അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊരു ഒരു ഒരു നല്ല ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ ഫുൾ നിഫ്റ്റിയുടെ ലൈവ് ട്രേഡിൽ കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് മാർക്കറ്റിൽ ഇന്ന് ഫുൾ സൈഡ് വേസ് ആയിരുന്നു. അപ്പം നിഫ്റ്റിയിൽ എങ്ങനെ ഒരു എൻട്രി തന്നു, ഒരു എക്സിറ്റ് തന്നു, അതോടൊപ്പം ഞാൻ കുറച്ച് സ്റ്റോക്കും സിൽവറിൻ്റെ ചാർട്ടുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ഒരു നല്ല ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഇന്നത്തെ ലൈവിലൂടെ കാണിച്ചു തരാം. അപ്രോക്സിമേറ്റ് ഇന്ന് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. ഇവിടെ കാണും നിങ്ങൾക്ക് ആക്ച്വലി ലൈവ് റേറ്റ് കോർണറിൽ നടക്കുന്നുണ്ട്. ഇന്ന് ടോട്ടലായിട്ട് സെൽ സിഗ്നൽ വന്നിരിക്കുന്ന ഒരു 11:50 സെൽ സിഗ്നൽ വന്ന ശേഷം 3 ടാർഗറ്റ് താഴെ കൊന്നു, 3 അച്ചീവ് ആയിട്ടുണ്ട്. പക്ഷേ അവിടെ ഭയങ്കര ഒരു റിസ്ക് ട്രെൻഡ് മാർക്കറ്റിലുണ്ടായിരുന്നു. അതെങ്ങനെ നിങ്ങൾക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് പറ്റും എന്നുള്ളതാണ് ഇത് കാണിച്ചു വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ആർക്കെങ്കിലും ഡെമോ വേണമെന്നുണ്ടെങ്കിൽ ഏത് മാർക്കറ്റ് കണ്ടീഷനിലായാലും ഡെമോ ഞാനിവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക, 8139039994 സീമ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നിഫ്റ്റിയുടെ ലൈവ്. ഇതിന് ഈ കോർണറിൽ ഇപ്പോൾ കാണുന്ന ഇപ്പം റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ആണ് ഫ്യൂച്ചറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെൽ സിഗ്നൽ വന്നിരിക്കുന്ന ഒരു 11:50 അപ്രോക്സിമേറ്റ് സെൽ സിഗ്നൽ വന്ന സമയത്ത് എൻട്രി പോയിന്റ് മുകളിൽ കാണിച്ചിട്ടുണ്ട്, ടാർഗറ്റ് 3 താഴെ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അലേർട്ട് സിഗ്നൽസ് ആയിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. എങ്ങനെ സിഗ്നൽ എവിടെ നിന്ന് എടുക്കാം, ഏത് പോയിന്റിൽ നിന്ന് എടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം സാറിന് ഇങ്ങനെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന പൊസിഷനും സോഫ്റ്റ്വെയർ ഇങ്ങനെ അലേർട്ട് മെസ്സേജിലൂടെ കാണിച്ചു തരും. ഓക്കെ, അപ്പം അത് കൂടാതെ നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് എവിടെ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇന്നലത്തെ മാർക്കറ്റും ഇന്നത്തെ മാർക്കറ്റും രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് ഇന്നത്തെ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഗ്രീൻ കളർ കാണുന്ന ട്രെൻഡാണ് നമുക്ക് ബൈ ട്രെൻഡ്. ഓക്കെ, റെഡ് കളർ കാണുന്ന സെൽ ട്രെൻഡും. ഇതല്ലാതെ എക്സ്ട്രാ കളേഴ്സ് 4 എക്സ്ട്രാ കളർ ഇതിനകത്ത് വരും. അത് ഒന്ന് ഓറഞ്ച് കളറ്, ഒന്ന് ബ്ലൂ കളറ്, പിന്നെ ഒന്ന് ഹോളോ ക്യാൻഡിൽസ്, ഗ്രീന് അകത്ത് ഫില്ലിംഗ് ഇല്ലാത്ത ക്യാൻഡിൽസ്, പിന്നെ ഇതിനകത്ത് വൈറ്റ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ എക്സ്ട്രാ കളേഴ്സ് കാണിച്ച് തരുന്നത് സോഫ്റ്റ്വെയറിൻ്റെ സൈഡ് വേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടു കാണും മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്രോക്സിമേറ്റ് ഇവിടെ നിന്നാണ് ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഇറങ്ങി സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ പോയി അപ്രോക്സിമേറ്റ് ഒരു 11:50 ഇതേ 11:50 ഇതേ ഇന്ന് വന്ന സിഗ്നൽ വന്ന സമയത്ത് തന്നെ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് കയറിയത് അപ്രോക്സിമേറ്റ് 1 മണിക്ക് ശേഷം ആണ് ബ്രേക്ക് ചെയ്ത് കയറിയത്. അവിടെ നിന്നാണ് താഴത്തെ കൺഫർമേഷൻ ബാർ നമ്മുടെ ഗ്രീനിലേക്ക് പോയി. നല്ലൊരു ട്രെൻഡായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതേപോലെ തന്നെ സെല്ല് വന്നിട്ടുണ്ട്. പക്ഷെ സെല്ല് കൺസോൾട്ടേഷൻ ആണ് ഇന്ന്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അപ്പോൾ തിരിച്ചറിയാനായിട്ട് ഉള്ള എളുപ്പ വഴിയാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സ്ട്രാ കളേഴ്സ്. ഓക്കെ, സൈഡ് വേ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണോ റേഞ്ച് ആണോ ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ സൈഡ് വേ ഈ ഒരു എക്സ്ട്രാ കളേഴ്സിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അതുപോലുള്ള മാർക്കറ്റ് കൺഫേം ആയി പോയാലും നമുക്ക് അവിടുന്ന് ചെറിയ പോയിന്റിൽ എപ്പോഴും എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ 11:50 ഒരു സെൽ സിഗ്നൽ വന്ന ശേഷവും നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ഇവിടുന്ന് വന്നിട്ടുണ്ട്. താഴത്തെ കൺഫർമേഷൻ ബാറും മുകളിലത്തെ ക്യാൻഡിൽ കളറും പ്രൈസ് ഇൻ ബൈ സെൽ സോണും ഓക്കെ ആയത് ഈ പൊസിഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് ആക്ച്വലി രണ്ടാമത്തെ ക്യാൻഡിൽ പൊസിഷൻ എടുക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നുണ്ടെങ്കിലും അവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട്. എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ പോയിന്റിൽ എപ്പോഴും എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു മാക്സിമം ഒരു 40 പോയിന്റ്സ്, അതിൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കരുത്. അതിൽ നിന്ന് റേറ്റ് അതായത് നമ്മൾ ലോട്ട് കൂട്ടിയിട്ട് എക്സിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പം അതോടൊപ്പം ഞാൻ ഇന്നത്തെ ബജാജ് ഫിനാൻസ് അതിൻ്റെ ചാർട്ടും കൂടെ കാണിച്ചിട്ടും അതേപോലെ തന്നെ ഇൻഫി ഇന്ന് നല്ല ട്രെൻഡിങ് ഉള്ള ഇതുപോലത്തെ സ്റ്റോക്ക്. അതായത് ഇന്ന് ഇപ്പോൾ ഇത് മാത്രമല്ല, ഇന്ന് കാനറ ബാങ്ക്, പിന്നെ അതേപോലെ മറ്റേ കൊടാക് ബാങ്ക്, അതേപോലത്തെ ബാങ്കിങ് ഐറ്റംസ് ഒക്കെ നല്ല ഒരു ബൈ ട്രെൻഡിലോട്ടാണ് പോയിരുന്നത്. അതേപോലെ തന്നെ നല്ല ട്രെൻഡിങ് ഉള്ള സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനർ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇതിനകത്ത് റെഡ് കളർ നല്ല ആരോസിൽ കാണിച്ചിരുന്ന നല്ല സെൽ ട്രെൻഡാണ്. ഓക്കെ, അതോടൊപ്പം നല്ല ഗ്രീനിൽ കാണിച്ചു തന്നിരിക്കുന്ന ബൈ ട്രെൻഡാണ്. അപ്പോൾ അത് ട്രെൻഡിങ് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ മൊമെൻറ്റ് വരുന്ന സ്റ്റോക്ക് നമുക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് ഇതിലൂടെ പെട്ടെന്ന് സാധിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മാരുതി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മാരുതി ഇപ്പോൾ സെല്ലിലേക്കാണ് നടക്കുന്നത്. അപ്രോക്സിമേറ്റ് നല്ല സെല്ല് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഫുള്ള് സൈഡ് വേസ് ആയിരുന്നു. ഞാൻ രാവിലെ നോക്കിയായിരുന്നു,
മാരുതിക്ക് ഒരു സെല്ല് തന്നായിരുന്നു രാവിലെ. അപ്പോൾ ഇത് കണ്ടില്ലേ ദിവസം, ഇത് അപ്രോക്സിമേറ്റ് സെല്ല് തന്നിട്ട് മാർക്കറ്റ് കുറച്ച് കയറിയിട്ടാണ് പിന്നെ സെല്ല് പോയിരിക്കുന്നത്. രാവിലെ വളരെ സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റിൽ കൊടുത്തിരുന്നത്. ഒരു ഹൈക്കിന് ഡൗൺ ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയിട്ടാണ് പിന്നെ ഡൗൺ ഇറങ്ങിയത് ലാസ്റ്റ്. ഓക്കെ, അപ്പം ഇതേപോലെ പെട്ടെന്നൊരു സെൽ ട്രെൻഡ്, ഇപ്പം നടക്കുന്ന സെൽ ട്രെൻഡിൻ്റെ നമുക്ക് അതിൻ്റെ മൊമെൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല സെൽ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ബജാജ് ഫിനാൻസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മോർണിംഗിൽ ഒരു ബൈയിൽ ഒരു നല്ലൊരു ഹൈക്ക് രാവിലെ തന്നെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീടൊന്ന് മാർക്കറ്റ് ഇറങ്ങി ഒരു 10:30 കഴിഞ്ഞ ശേഷം 6645 ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 6716 വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു സെല്ല് വന്നു. സെല്ല് അപ്രോക്സിമേറ്റ് വന്നത് 1:40 അതിന് മുമ്പ് എക്സിറ്റ് സിമ്പിളായ സൈഡ് വേസ് കാണിച്ചു. അവിടെ നിന്ന് സെല്ല് കൺഫേം വന്നിറങ്ങിയിട്ട് 76 പോയിന്റ്, 3 ടാർഗറ്റ് മേടിച്ചിട്ടുണ്ട്. 76 പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫിക്കും കാണാൻ പറ്റും. ഇൻഫിക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സെൽ സിഗ്നൽ അപ്രോക്സിമേറ്റ് 12 മണിക്ക് നമുക്ക് സെൽ സിഗ്നൽ തന്നിട്ടുണ്ട്. 1520 ആക്ച്വലി സെൽ എൻട്രി പറഞ്ഞു, പക്ഷെ 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ട്. പക്ഷെ ആ സമയത്ത് നോക്കിയാൽ കാണാൻ പറ്റും സെല്ല് കൺഫർമേഷൻ തന്നിട്ടില്ല. കാരണം ക്യാൻഡിൽ കളർ റെഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കൺഫർമേഷൻ, അതായത് താഴത്തെ കൺഫർമേഷൻ ബാർ ലെവൽ നമുക്ക് കൺഫേം ആയി കിട്ടിയത് അപ്രോക്സിമേറ്റ് ഈ ലെവലിൽ നിന്നാണ്. അവിടെ നിന്നാണ് സപ്പോർട്ട് ക്രോസ് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തു. ഇത് 3 ടാർഗറ്റ് മേടിച്ചു 13 പോയിന്റ് ഡൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ട്രേഡായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിൽവറിലാണെങ്കിലും, സിൽവറിൻ്റെ ഇന്നത്തെ ചാർട്ട് കാണിച്ചു തരാം. കമ്മോഡിറ്റി മാർക്കറ്റ് ഫുൾ മാർക്കറ്റ് സപ്പോർട്ടഡ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ സിൽവറിൻ്റെ ഇന്നത്തെ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇതേപോലെ 1:15 സിഗ്നൽ വന്നിട്ടുണ്ട്. അത് 15 മിനിറ്റ് എപ്പോഴും സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക, 5 മിനിറ്റ് സെറ്റ് ചെയ്യരുത്. അപ്പോൾ അതിനകത്ത് സിൽവറിനകത്ത് സെൽ സിഗ്നൽ വന്നത് 1:15 വന്നതിന് ശേഷം 69,449 ഇവിടെ സെൽ എൻട്രി തന്നിട്ടുണ്ട്. എൻട്രി പോയിന്റ് ടാർഗറ്റും നമുക്ക് താഴെ കൊടുത്തു. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കിട്ടി, താഴേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പം കുറച്ച് മുമ്പ് ഒരു റീ എൻട്രി തന്നിട്ടുണ്ട്. ഈ റീ എൻട്രി പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ റിവേഴ്സൽ സിമ്പിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം അതിൻ്റെ സഹായത്തിന് നമുക്ക് ട്രെൻഡ് ലൈൻ വൈസ് നോക്കണമെങ്കിൽ നോക്കാം. നമുക്ക് ആക്ച്വലി ഒരു എക്സിറ്റ്, ഒരു പോസിറ്റീവ് എക്സിറ്റ് ചെയ്യണമെന്നെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് സിഗ്നൽ കൺഫേം ആയിട്ട് എടുത്തു കഴിയുമ്പോൾ തിരിഞ്ഞ് മാർക്കറ്റ് കുറച്ച് കയറുമ്പോഴത്തേക്ക് ട്രെൻഡ് ലൈൻ വൈസ് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ സൈഡ് വേസ് വരുമ്പോൾ ഇങ്ങനെ 3 തരത്തിൽ എക്സിറ്റ് ചെയ്യാം. അത് കുറച്ചുകൂടെയൊക്കെ നമുക്കൊരു സഹനശക്തി, അതായത് ട്രേഡിംഗ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാനിക് ആകാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ ആളുകൾക്കാണെങ്കിൽ കൺഫർമേഷൻ ബാർ ചേഞ്ച് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതുപോലെ പെട്ടെന്ന് പാനിക് ആവുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വൈസ് നോക്കിയിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. എങ്ങനെ വേണേൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് നമുക്ക് വേറെ വെർഷൻ അതേ ടൈപ്പിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 6th വെർഷനൊക്കെ നോക്കിയാൽ ട്രെൻഡ് ലൈൻ വൈസുള്ള മൊമെൻറ്റ് മാത്രം അറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ ഈ ഒരു മൊമെൻറ്റ് നോക്കിയാൽ മതിയാവും. ഓക്കെ, ഈ ഒരു വെർഷൻ. അതേപോലെ തന്നെ 7th വെർഷനിനകത്ത് വേറൊരു ടൈപ്പുണ്ട്. 7th വെർഷൻ ഇതേപോലെ തന്നെ വേറെ ടൈപ്പാണ്. അപ്പം അതൊരു വേറെ ടൈപ്പായിട്ട് വരുന്നത്. അതിനകത്ത് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ലെവലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കാണിച്ചു തരാം. ഇതാണ് ഇതിനകത്ത് ബൈ ട്രെൻഡ് വന്ന് ഇപ്പോൾ ഇവിടെ വരെ ബ്ലൂ കളറാണ് ഇതിനകത്ത് ബൈ ട്രെൻഡ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ കളേഴ്സ് സൈഡ് വേസും ഈ പിങ്ക് കളർ ഡോട്ട് ലൈൻ SL ലൈൻ സ്റ്റോപ്പ് ലോസ് ലെവലാണ്. അത് വേണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ലെവലായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് കാണാൻ പറ്റും താഴത്തെ കൺഫർമേഷൻ ഏത് ലെവലിലൂടെ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വിളിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.